ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukkad, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, Alimukkad, Punalur. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് മന്മള. പ്രധാന വാർത്തകൾ. ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ആര്യങ്കാവ് സ്വദേശി കൊല്ലപ്പെട്ടു. ജീപ്പിനുള്ളിൽ യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകി. പത്തനാപുരം മഞ്ചള്ളൂരിൽ മോഷ്ടാക്കൾ വിലസുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് മോഷണം പോയി. ആര്യങ്കാവ് അച്ചൻകോവിൽ ക്ഷേത്രങ്ങളിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര 16-ന്, 15-ന് മാമ്പഴത്തറ തൃക്കല്യാണം. വാർത്തകൾ വിശദമായി. കോട്ടവാസലിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ആര്യങ്കാവ് സ്വദേശി മരിച്ചു. ആര്യങ്കാവ് രാജാക്കോപ്പ് സ്വദേശി ജോമിയാണ് മരിച്ചത്.
കോട്ടവാസലിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചാണ് ആര്യങ്കാവ് രാജാക്കോപ്പ് കണികത്തോട് വീട്ടിൽ ജോമി കൊല്ലപ്പെട്ടത്. 33 വയസ്സായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ കോട്ടവാസൽ എസോളവിന് സമീപത്തായിരുന്നു അപകടം. പുളിയറയിൽ നിന്നും ആര്യങ്കാവിലേക്ക് വന്ന ജോമി ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ജോമി കൊല്ലപ്പെട്ടു. ജോസ് മോളി ദമ്പതികളുടെ മകനാണ് ജോമി. ജോസി ജോജി എന്നിവർ സഹോദരങ്ങളാണ്. മൃതദേഹം ചെങ്കോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. സംസ്കാരം പിന്നീട് നടക്കും. ന്യൂസ് ബ്യൂറോ, തെന്മല. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ യുവതി വാഹനത്തിൽ പ്രസവിച്ചു. മുള്ളുമല ഗിരിജൻ കോളനിയിൽ സുരേഷിന്റെ ഭാര്യ ശോഭനയാണ് ജീപ്പിനുള്ളിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. മുള്ളുമല ഗിരിജൻ കോളനിയിൽ സുരേഷിന്റെ ഭാര്യ ശോഭനയാണ് ശനിയാഴ്ച ജീപ്പിനുള്ളിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. തിങ്കളാഴ്ചയായിരുന്നു ശോഭനയ്ക്ക് പ്രസവ തീയതി പറഞ്ഞിരുന്നെങ്കിലും ശനിയാഴ്ച രാവിലെയോടെ വേദന കലശലായതിനെ തുടർന്നാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. മുള്ളുമലയിൽ നിന്നും പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് വരുന്ന വഴി പെരുന്തോയിൽ വെച്ച് ജീപ്പിനുള്ളിൽ തന്നെ ശോഭന പ്രസവിക്കുകയായിരുന്നു. വാഹനങ്ങളുടെ ലഭ്യതക്കുറവും റോഡിന്റെ മോശം അവസ്ഥയുമാണ് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതിന് കാരണമായി യുവതിയുടെ ഭർത്താവ് പറയുന്നത്. ദമ്പതികളുടെ 4ാമത്തെ കുട്ടിയാണിത്. കുഞ്ഞിന് തൂക്കക്കുറവുള്ളതിനാൽ കുഞ്ഞിനെയും മാതാവിനെയും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിൽ സിപിഐയുടെ കൊടിമരം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. സെൻകുരിറ്റി സ്കൂളിന് സമീപം സ്ഥാപിച്ചിരുന്ന കൊടിമരമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് സാമൂഹ്യ വിരുദ്ധർ പാർട്ടിയുടെ കൊടിമരം നശിപ്പിച്ചത്. പുനലൂർ സെൻകുരേറ്റി സ്കൂളിന് സമീപത്ത് സ്ഥാപിച്ചിരുന്ന കൊടിമരമാണ് സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത്. കൊടിമരം 2ആയി മുറിക്കുകയും അതിലെ കൊടി നശിപ്പിക്കുകയും ചെയ്ത നിലയിലാണ്. അടുത്തിടെ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമായി വരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഓട്ടോ തൊഴിലാളികളും ഞങ്ങളെല്ലാം വണ്ടി ഓടാൻ വന്നപ്പോൾ ഇന്ന് രാവിലെ ഇത് റോഡിലേക്ക് കമിഴ്ന്ന് കിടക്കുന്നതാണ് കണ്ടത്. പിന്നെ ബാക്കി പ്രവർത്തകർ എടുത്ത് നേരെ വെച്ചു. ഇത് ആരാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിൽ തുടർച്ചയാണോ ഈ സംഭവം 6 സ്ഥാനത്തിന് ശേഷം വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കാൻ ഞങ്ങളതിൽ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. കാരണം ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ മത്സരാർത്ഥികൾ കുറവായത് മേളയുടെ ശോഭ കെടുത്തി. മത്സരാർത്ഥികൾ ഇല്ലാത്തതിനാൽ നിരവധി മത്സരങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിലെ കലാമത്സരങ്ങളിൽ മത്സരാർത്ഥികൾ കുറഞ്ഞത് കേരളോത്സവത്തിന്റെ ശോഭ കെടുത്തി. 54 ഇന കലാമത്സരങ്ങളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസുകളിൽ സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ മത്സരാർത്ഥികൾ ഇല്ലാത്തതുമൂലം നിരവധി മത്സരങ്ങൾ ഒഴിവാക്കി. മുൻവർഷത്തെ അപേക്ഷിച്ച് പൊതുജന പങ്കാളിത്തവും വളരെ കുറവായിരുന്നു. ഒഴിഞ്ഞ കസേരകളെ നോക്കി പരിപാടികൾ അവതരിപ്പിക്കേണ്ട ഗതികേടിലായിരുന്നു മിക്ക മത്സരാർത്ഥികളും. ഏതാനും ചില ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും മാത്രമാണ് മത്സരങ്ങൾ കാണാൻ എത്തിയിരുന്നത്. ലളിതഗാനം, മാപ്പിളപ്പാട്ട്, കർണാടക സംഗീതം, പദ്യപാരായണം, കവിതാലാപനം, ഉപന്യാസ രചന, മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ മത്സര ഇനങ്ങൾ അരങ്ങേറി. മിക്ക മത്സര ഇനങ്ങളിലും ഒരാൾ മാത്രമായിരുന്നു പങ്കെടുക്കാനുണ്ടായിരുന്നത്. കലാമത്സരങ്ങൾ പങ്കെടുക്കാൻ മത്സരാർത്ഥികൾ ഇല്ലാതായപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തന്നെ വേദിയിൽ കയറി ഗാനം ആലപിച്ചതും ശ്രദ്ധേയമായി. പിറവന്തൂർ ഡിവിഷനിൽ നിന്നുള്ള അജിതയാണ് ഗാനം ആലപിച്ച് ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭ കേരളോത്സവ മത്സരങ്ങൾ സൌഹൃദ 2020 ക്രിക്കറ്റ് മത്സരത്തോടെ തുടക്കമായി. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു മേള ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭയിലെ കേരളോത്സവ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഡിസംബർ 11 മുതൽ 13 വരെ തീയതികളിലാണ് വിവിധ വേദികളിലായി കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന സമ്മേളനം സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മുനിസിപ്പൽ ഉദ്യോഗസ്ഥരും കൌൺസിലേഴ്സും തമ്മിലുള്ള സൌഹൃദ 2020 ക്രിക്കറ്റ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. അയ്യോ
12-ന് ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മത്സരവും 13-ന് പുനലൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരവും 12-ന് ഷട്ടിൽ, വടംവലി എന്നീ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കർണാടക സംഗീതം, ഭരതനാട്യം, കുച്ചിപ്പുടി, ഓടക്കുഴൽ, ഹാർമോണിയം, ഗിത്താർ, നാടോടിപ്പാട്ട്, നാടോടി നൃത്തം, ഏകാംഗ നാടകം, ഉപന്യാസ രചന, കഥാരചന, കവിതാരചന, പെയിന്റിംഗ്, വാട്ടർ കളർ, പെൻസിൽ ഡ്രോയിംഗ്, കാർട്ടൂൺ, ലളിതഗാനം, പ്രസംഗം, മാപ്പിളപ്പാട്ട്, കവിതാ പാരായണം, മിമിക്രി, ഫാൻസി ഡ്രസ്, മോണോ ആക്ട്, ദേശഭക്തിഗാനം, കേരള നടനം, മോഹിനിയാട്ടം, തിരുവാതിരം, മാർഗംകളി, ഒപ്പന തുടങ്ങിയ നിരവധി കലാമത്സരങ്ങളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മലയാള നാട്ടിൽ ഇനി വ്യാപാര മഹോത്സവം, ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ സ്വർണ്ണ നാണയങ്ങളും മറ്റനേകം സമ്മാനങ്ങളും. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഗുണമേന്മയിൽ മാത്രം വിശ്വാസമർപ്പിച്ച് 30-ലധികം വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം. വിവാഹസാരികൾ, ബ്രാൻഡഡ് റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ. ഗായത്രി ടെക്സ്റ്റൈൽസ്, PNS കോംപ്ലക്സ്, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasion. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണ്ണിക്കൽ ജുവല്ലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണ്ണിക്കൽ ജുവല്ലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവല്ലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. പത്തനാപുരം മഞ്ചള്ളൂർ പ്രദേശത്ത് മോഷണവും മോഷണ ശ്രമങ്ങളും പെരുകുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് മോഷണം പോവുകയും 2 വീടുകളിൽ മോഷണ ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. മഞ്ചള്ളൂർ ആദങ്കോട് സ്വദേശിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥനുമായ പ്രദീപ് കുമാറിന്റെ വീടിന്റെ പോർച്ചിലിരുന്ന ബൈക്കാണ് മോഷണം പോയത്. KL 279660 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഹീറോ ഹോണ്ട ബൈക്കാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. വെളുപ്പിനെ സംശയകരമായ സാഹചര്യത്തിൽ 3 പേർ ബൈക്കിൽ കയറി പോകുന്നത് കണ്ടവരായും ചിലർ പറയുന്നു. ഇതിന്റെ ഒരു 5 മണിക്ക് മുന്നായിട്ട് ഒരു ബൈക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് ഞാൻ കേട്ടു. പ്രദീപിന്റെ സഹോദരനും SNDP യൂണിയൻ പ്രസിഡന്റുമായ മഞ്ചള്ളൂർ ആദംകോട് മുല്ലസ്ഥാനത്ത് ആദംകോട് ഷാജി, ആദംകോട് KR ഭവനിൽ PK രാജൻ എന്നിവരുടെ വീടുകളിലാണ് മോഷണ ശ്രമങ്ങൾ അരങ്ങേറിയത്. ഒരു മണിക്ക് ശേഷമാണ് ഞാൻ ഇന്നലെ ഒരുപാട് താമസിച്ചാ ഉറങ്ങാനും കിടന്നത്.
അപ്പൊ പെട്ടെന്ന് അതായത് ഈ കൊളുത്ത് ജനലിന്റെ കൊളുത്ത് തട്ടുന്ന ഒരു സൗണ്ട് ഞാൻ കേട്ടു. സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നപ്പം എനിക്ക് തോന്നി ഇങ്ങനെ മോഷണ ശ്രമം പോലും ആയിരിക്കാമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ 2 മിനിറ്റ് ഇങ്ങനെ ചലിക്കാതെ ഇങ്ങനെ കിടന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഹെഡ്ലൈറ്റിന്റെ വെട്ടം. ഹെഡ്ലൈറ്റിന്റെ വെട്ടം വെച്ചാൽ വലിയ പ്രകാശമുള്ള ഹെഡ്ലൈറ്റ് അല്ല, ഈ LED പോലുള്ള ബൾബ് ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റാണ്. അത് ഉപയോഗിച്ച് ബെഡ്റൂമിലോട്ട് ഇങ്ങനെ നമ്മുടെ കിടക്കുന്ന ഭാഗത്തോട്ടാണ് പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് സ്വാഭാവികം നമ്മുടെ മനസ്സിലെ മറ്റൊന്നും തോന്നില്ല. ആരുടെ അത് ഞാൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. കാരണം എനിക്ക് മനസ്സിലാക്കുന്നത് ഇത് വളരെ തന്ത്രപരമായ സാധാരണ ഒരു ചെറിയൊരു മോഷണമാണെന്ന് തോന്നുന്നില്ല. കാരണം പിന്നീട് എനിക്ക് ഗൗരവം മനസ്സിലായത് ആ വീടിന്റെ ജനല് വളരെ ചെറിയ ഒരു ദ്വാരം ഉണ്ടാക്കി ആ ദ്വാരത്തിലൂടെ എന്തോ ഉപയോഗിച്ചാണ് ഈ കൊളുത്തെടുത്തിരിക്കുന്നത്. കൊളുത്ത് നല്ല ടൈറ്റുള്ള കൊളുത്താണ്. കൊളുത്തെടുക്കുന്ന സൗണ്ട് അതുകൊണ്ട് അത്ര വ്യക്തമായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ആ ചെറിയ ദ്വാരത്തിലൂടെ ഈ കൊളുത്തെടുത്ത് ഈ മോഷണം നടത്താൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള കള്ളനെന്ന് വെച്ചാൽ കഴിവുള്ള കുറച്ച് പഠിച്ച കള്ളൻ തന്നെയാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊരു ശ്രദ്ധയും കരുതലും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇരുവരുടെയും വീട്ടിലെ ജനാല ശബ്ദം കേൾക്കാതെ ഡ്രില്ലർ ഉപയോഗിച്ച് തുറന്ന ശേഷം കൊളുത്ത് തട്ടിമാറ്റി തുറക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. എന്നാൽ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു അത്രേ. പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നിയമങ്ങൾ കാറ്റിൽ പറത്തി തെന്മലയിൽ സമാന്തര സർവീസ് നടത്തുന്ന ജീപ്പുകളുടെ അപകടയാത്ര തുടരുകയാണ്. ഇത്തരം അപകടകരമായ യാത്രയോട് അധികൃതർ കാട്ടുന്ന മൗനം ഒരുപക്ഷെ വൻ ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം. സമാന്തര സർവീസ് നടത്തുന്ന ജീപ്പുകൾ തൂങ്ങിയുള്ള വിദ്യാർത്ഥികളുടെ യാത്ര തെന്മലയിൽ പതിവ് കാഴ്ചയാകുന്നു. ഇത്തരം അപകടകരമായ യാത്ര കണ്ടിട്ടും കാണാത്ത മട്ടിലാണ് സ്കൂൾ അധികൃതരും നിയമപാലകരും. യാതൊരു സുരക്ഷിതത്വമില്ലാതെയാണ് ജീപ്പുകൾ തൂങ്ങിയുള്ള വിദ്യാർത്ഥികളുടെ യാത്ര. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മുതിർന്ന കുട്ടികളാണ് അധികവും ജീപ്പിൽ തൂങ്ങി സാഹസിക യാത്ര നടത്തുന്നത്. അധ്യാപകരുടെയും നിയമപാലകരുടെയും കൺമുന്നിലൂടെയാണ് ഇത്തരത്തിലുള്ള സാഹസിക യാത്ര എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ ജീപ്പിൽ തൂങ്ങി യാത്ര ചെയ്യുമ്പോൾ പോലും വിദ്യാർത്ഥികൾ ഒരു കൈയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാഴ്ചയും പതിവാണ്. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ നാട്ടുകാരിൽ ചിലർ പ്രതികരിക്കുമെങ്കിലും ഇത്തരം യാത്രകളിൽ നിന്നും വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാൻ അത് സഹായകരമാകുന്നില്ല. എന്നാൽ പോലീസും അധികൃതരും ഇത്തരം അപകടകരമായ യാത്രയോട് കാട്ടുന്ന മൗനം ഒരുപക്ഷെ വൻ ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം. ന്യൂസ് ബ്യൂറോ, തെന്മല. അഞ്ചലിൽ മനുഷ്യാവകാശ ദിനാചരണവും പരാതി പരിഹാര അദാലത്തും സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ അസോസിയേഷൻ കൊല്ലം ജില്ലാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. അഞ്ചൽ VVTM ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മനുഷ്യാവകാശ ദിനാചരണ പരിപാടി സ്റ്റേറ്റ് പോലീസ് കൺട്രോൾ അതോറിറ്റി ചെയർമാനും റിട്ടയർഡ് ജഡ്ജിയുമായ P. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ വരുത്തുന്ന വീഴ്ചകൾക്ക് ഏതുതരത്തിൽ പരാതി നൽകണമെന്നും പോലീസ് പൌരന്മാർക്ക് നൽകേണ്ട അവകാശങ്ങൾ എന്തൊക്കെയെന്നും മുരളീധരൻ ഉദ്ഘാടന വേളയിൽ സൂചിപ്പിച്ചു. തമിഴ്നാട് സ്റ്റേറ്റ് മനുഷ്യാവകാശ കമ്മീഷൻ ജനറൽ സെക്രട്ടറി ഗിൽഗൽ ജെയിംസ് അധ്യക്ഷനായിരുന്നു. തുടർന്ന് നടന്ന പരാതി പരിഹാര അദാലത്തിൽ സംസ്ഥാന യൂത്ത് കമ്മീഷൻ ചെയർമാൻ RV രാജീവ്, പഞ്ചായത്ത് ഡയറക്ടർ CA ലത IAS, കുടുംബശ്രീ ദാരിദ്ര്യ മിഷൻ കമ്മീഷൻ ഡയറക്ടർ KN ജയ, സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് ചെയർപേഴ്സൺ ഡോക്ടർ കമറുനിസ അൻവർ, പൊതുജനാരോഗ്യ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ രമേശ്, പോലീസ് അടൂർ ബറ്റാലിയൻ കമാൻഡന്റ് CP റോബർട്ട്, യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ DS പ്രകാശ് തുടങ്ങിയവർ വിവിധ പദ്ധതികൾക്ക് പരിഹാര നിർദ്ദേശങ്ങൾ നൽകി. പരിപാടിക്ക് മനുഷ്യാവകാശ അസോസിയേഷൻ ജില്ലാ ചെയർമാൻ NP രഞ്ജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം G ശിവാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കോന്നി EMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ധനശേഖരണാർത്ഥം പുനലൂർ പത്തനംതിട്ട റൂട്ടിലെ ഒരു വേണാട് ബസ് സൗജന്യ യാത്ര സംഘടിപ്പിച്ചു. ബസ്സിലെ യാത്രക്കാർ ടിക്കറ്റിന് പകരം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകുന്ന സംഭാവനയാണ് യാത്രയ്ക്കായി കളമൊരുക്കുന്നത്. കോന്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന EMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ധനശേഖരണാർത്ഥം വേണാട് ബസ്സുകൾ സൗജന്യ യാത്ര സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ രാജു എബ്രഹാം MLA ആണ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. പുനലൂർ പത്തനംതിട്ട റാന്നി എന്നീ റൂട്ടുകളിലായി 2 ബസ്സുകളാണ് സൗജന്യ യാത്ര സംഘടിപ്പിച്ചത്. ഈ ബസ്സുകളിൽ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കേണ്ടതില്ല. പകരം ബസ്സിനുള്ളിൽ ട്രസ്റ്റിന്റെ പ്രവർത്തകർ സമീപിക്കുമ്പോൾ ട്രസ്റ്റിലേക്ക് ഒരു സംഭാവന നൽകാം. സംഭാവന നൽകിയില്ലെങ്കിലും ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യാം. പുനലൂരിൽ എത്തിയ ബസ്സിനെ വേണാട് മാനേജർ ഷാജി സ്വീകരിച്ചു. രൂപ് മുഹമ്മദ്, ഓമനക്കുട്ടൻ, ഗോപിനാഥപിള്ള, വത്സല ആനന്ദർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടിക്കറ്റ് കൊടുക്കാതാണ് ഞങ്ങളൊരു നോട്ടീസ് തരുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന ആണ് ഈ പൈസ കണ്ടെത്തുന്നത്. ടിക്കറ്റ് അവരെല്ലാം സംഭാവന അവരെത്ര വന്നു ടിക്കറ്റിൻ്റെ ചാർജ് ടിക്കറ്റ് അതിന് പുറത്ത് ചികിത്സ തരുന്നതുണ്ട്. അവർ തരുന്ന എത്ര പൈസയാണ് ബക്കറ്റ് തരാണ്. പിന്നെ എല്ലാ മാസവും ഒരു ദിവസം ഒരു ബസ് വേണാടിൻ്റെ ഓണർ ഒരു ബസ് നമുക്ക് ഈ സർവീസ് നടത്താനായിട്ട് തന്നിട്ടുണ്ട്. എല്ലാ മാസവും ഒരു ബസ്. ഏത് റൂട്ടിലാണ് പിന്നെ മറ്റേ ഒരു റൂട്ട് പത്തനംതിട്ട കരിമാന്തോട് ഓടുന്ന ഒരു ബസ്, ബ്ലൂ ഹിൽ എന്ന് പറയുന്ന ബസ്സും ഇത്തരത്തിൽ യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. അതും എല്ലാ മാസവും ഒരു ദിവസം യാത്രയുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
അച്ചൻകോവിൽ ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര 16-ന് പുനലൂരിൽ പുറപ്പെടും. പുനലൂർ പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെടുന്നത്. അച്ചൻകോവിൽ ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര 16-ന് നടക്കും. ചടങ്ങിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. അന്നേ ദിവസം രാവിലെ 8 മണി മുതൽ പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണം പ്രത്യേക പേടകങ്ങളിലാക്കി ക്ഷേത്രത്തിൽ തയ്യാറാക്കിയിട്ടുള്ള മുല്ലപ്പന്തലിൽ ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാനായി തുറന്നുവയ്ക്കുകയും ചെയ്യും. ശബരിമല കഴിഞ്ഞാൽ തിരുവാഭരണം ചാർത്തി ദർശനം നടത്താൻ കഴിയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളാണ് അച്ചൻകോവിലും ആര്യങ്കാവും. ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയാത്ത സ്ത്രീ ഭക്തജനങ്ങൾ അച്ചൻകോവിൽ ഭഗവാന്റെയും കറുപ്പുസ്വാമിയുടെയും ആര്യങ്കാവയ്യന്റെയും തിരുവാഭരണങ്ങൾ കണ്ടു വന്ദിക്കുന്നത് പുണ്യകർമ്മമായി കരുതപ്പെടുന്നു. ധനു 1 മുതൽ 10 വരെയുള്ള ഉത്സവ ദിവസങ്ങളിൽ അതാത് ക്ഷേത്രങ്ങളിൽ തിരുവാഭരണം ചാർത്തി ദർശനം നടത്താവുന്നതാണ്. പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ആര്യങ്കാവ് ക്ഷേത്രത്തിലെത്തി ആര്യങ്കാവിലെ തിരുവാഭരണം ഇറക്കിയ ശേഷം തുടർന്ന് ചെങ്കോട്ട, തെങ്കാശി, മേക്കര, കോട്ടവാസൽ വഴി അച്ചൻകോവിലിൽ എത്തിച്ചേരും. ബുധനാഴ്ച രാവിലെ 10:30 ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ നിന്നും അത് വളരെ ഭക്തി നിർഭരമായി കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് അന്നേ ദിവസം ഇത് ദർശിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ ഉള്ള സൗകര്യം ക്ഷേത്ര കോമ്പൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ആ തദവസരത്തിൽ ബഹുമാന്യനും ആരാധനുമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ രക്ഷാധികാരി ജി നിത്യജിത്ത്, പുതിയിടം സബ് ഗ്രൂപ്പ് ഓഫീസർ രക്ഷാധികാരി വി വിക്രമൻ, ചെയർമാൻ എ ഹരികുമാർ, ജനറൽ കൺവീനർ ഡി ശങ്കരമണി, കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജി സി കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ഫോൺ 0475220357. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066.
ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കല്യാണ മഹോത്സവം ഈ മാസം 15 നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറും. മാമ്പഴത്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കല്യാണ മഹോത്സവം ഡിസംബർ 15 ചൊവ്വാഴ്ച നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല, വനദേവത പൂജ, തൃക്കല്യാണം, സമൂഹ സദ്യ, ഘോഷയാത്ര എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വിവിധ കലാപരിപാടികളും നടത്താൻ ക്ഷേത്ര ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് പൊങ്കാല മഹോത്സവവും 11:45 തൃക്കല്യാണവും 12:30 അന്നദാനവും വൈകിട്ട് 4 മുതൽ ഘോഷയാത്രയും നടക്കും. ചൊവ്വാഴ്ച രാത്രി നാടകം, ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും. ഇതുകൂടാതെ ഡിസംബർ 24 ഉച്ചയ്ക്ക് 1 മണി മുതൽ പുല്ലൂരിൽ നിന്നും ആരംഭിക്കുന്ന തങ്ക അങ്കി ഘോഷയാത്ര ഈ വർഷം മുതൽ ചാലിയക്കര, വെള്ളിമല, തെന്മല, കഴുതുരുട്ടി, നാഗമല വഴി ആര്യങ്കാവിൽ എത്തിച്ചേരുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇനി ഒരു നല്ല വാർത്തയിലേക്ക്. ജൈവ പച്ചക്കൃഷിയിലൂടെ 100 മേനി വിളയിച്ച് മാതൃകയാവുകയാണ് പത്തനാപുരം ചേകം LPSലെ വിദ്യാർത്ഥികൾ. നാട്ടുകാരുടെയും കൃഷിഭവന്റെയും സഹകരണത്തോടെയായിരുന്നു കുരുന്നുകളുടെ പച്ചക്കറി കൃഷി. പത്തനാപുരം ചേകം LPSലെ കുട്ടികളാണ് കൃഷിഭവന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ജൈവ പച്ചക്കറി കൃഷിയിലൂടെ മാതൃകയായത്. കളിസ്ഥലത്തിന്റെ വ്യാപ്തി കുറച്ച് നടത്തിയ കൃഷിയിൽ 100 മേനി വിളയിച്ച സംതൃപ്തിയിലാണ് കുരുന്നുകൾ. ഭൂമി കിളച്ച് വിവിധതരം പച്ചക്കറികൾ നടുന്നതിനായി മുതിർന്നവർ സഹായം ചെയ്തെങ്കിലും കാട് നശിപ്പിക്കലും വളമിടിയിലും നനയ്ക്കലും എല്ലാം കുട്ടികൾ തന്നെയാണ് ചെയ്തത്. പാവയ്ക്ക, പടവലം, പച്ചമുളക്, വെണ്ടയ്ക്ക, പയർ, ചീര, മരച്ചീനി, വഴുതന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ കൃഷിയിൽ വൻ വിളവാണ് ലഭിച്ചത്. ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു ആദ്യ വിളവെടുപ്പ്. ഇവിടെ നിന്നും കുട്ടികളുടെ അധ്വാനത്തിൽ ലഭിച്ച പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിലെ കറികൾക്കായി ഉപയോഗിക്കും. മഞ്ഞുകാല വിളകളായ കോളിഫ്ലവർ, ക്യാബേജ് എന്നീ കൃഷിയിലും പരീക്ഷണം നടത്തുകയാണ് വിദ്യാർത്ഥികൾ. വിഷം തീണ്ടാത്ത പച്ചക്കറിയുടെ മേന്മ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും കൃഷിയിൽ സഹായിക്കുന്നതിനും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും സ്കൂൾ PTA-യും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും നാട്ടുകാരും സഹകരിച്ചു. പച്ചക്കറി കൃഷിയിലൂടെ മികച്ച മാതൃകയായ ചേകം LPSന് അവാർഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആലിനി ആന്റണി നിർവഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ M. ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ നിഖിൽ, മഞ്ജു D. നായർ, കൃഷി ഓഫീസർ രാമചന്ദ്രൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അൻസാരി, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണൻകുട്ടി നായർ, കരുണാകരൻ പിള്ള, R. പങ്കജാക്ഷൻ പിള്ള, G. മാധവൻ പിള്ള, ഓമനക്കുട്ടൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ പഠനത്തോടൊപ്പം വിനോദത്തോടൊപ്പം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുക, വിഷമില്ലാത്ത പച്ചക്കറികൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളത് ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ ഉപയോഗിച്ച് ജൈവ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കൃഷി നടത്താനായിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതിയുടെ ആസൂത്രണം ചെയ്തത്. ഈ കാര്യത്തിൽ നമ്മുടെ കുട്ടികളുടെ സജീവ പങ്കാളിത്തം ഇക്കാര്യത്തിലുണ്ടായിരുന്നു. നമ്മുടെ കാർഷിക സംസ്കാരം, നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരം വീണ്ടെടുക്കുന്നതിനും അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അടുത്ത തലമുറയിൽ അത് പകർത്തിയെടുക്കുന്നതിനും ഈ സംരംഭം വളരെ ഉപകരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും വലിയ തൃപ്തി നൽകുന്നത്. കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ പച്ചക്കറി കൃഷി പദ്ധതി പ്രകാരം അടുത്ത വർഷം ഇൻസ്റ്റിറ്റ്യൂഷൻ തലത്തിൽ പച്ചക്കറി കൃഷി കൂടുതൽ വ്യാപകമാക്കുന്നതിന് ഞങ്ങൾ പ്രോജക്റ്റ് സമർപ്പിച്ച് ഈ സ്കൂളിന് വേണ്ട എല്ലാ ധനസഹായങ്ങളും നൽകാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഫസീല ബീബി സ്വാഗതവും PTA പ്രസിഡന്റ് ദീപ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ഇടത്തറ സെന്റ് ജോസഫ് മലങ്കര കാത്തോലിക്ക ഇടവകയുടെ നവീകരിച്ച ദേവാലയത്തിന്റെയും കുരിശടിയുടെയും കൊടിമരത്തിന്റെയും കുദാശാകർമ്മം നടന്നു. ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കർദിനാൾ ബസേലിയസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൂദാശ കർമ്മങ്ങൾ നടന്നത്. ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലിത്ത, സാമുവൽ മാർ ഐറാനിയസ് മെത്രാപ്പോലിത്ത എന്നിവർ സഹകാർമ്മികരായിരുന്നു. രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷം കുരിശടിക്ക് മുന്നിൽ നിന്നും ബിഷപ്പുമാരെ സ്വീകരിച്ചു. ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലിത്തയുടെ കാർമ്മികത്വത്തിൽ കുട്ടികളുടെ ആദ്യ കുർബാന ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു. കൂദാശ ചടങ്ങിലും ആദ്യ കുർബാന ചടങ്ങിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ആര്യങ്കാവ് സ്വദേശി കൊല്ലപ്പെട്ടു. ജീപ്പിനുള്ളിൽ യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകി. പത്തനാപുരം മഞ്ചള്ളൂരിൽ മോഷ്ടാക്കൾ വിലസുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് മോഷണം പോയി. ആര്യങ്കാവ് അച്ചൻകോവിൽ ക്ഷേത്രങ്ങളിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര 16-ന്, 15-ന് മാമ്പഴത്തറ തൃക്കല്യാണം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.